അസ്സലാമലൈക്കും. സ്നേഹമുള്ള വിശ്വാസികളെ, സഹോദരന്മാരെ, ഇന്നൊരു കഥ പറയുകയാണ്. സൂഫിസം എന്ന് പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ചാനൽ തുടങ്ങിയതെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടതും ബന്ധപ്പെടാത്തതുമായിട്ടുള്ള രീതിയിലുള്ള പല വിഷയങ്ങളും പറയേണ്ടി വന്നു. അതിൻ്റെ കാരണം, നമ്മളൊരു ജീവിതം തുടങ്ങുമ്പോൾ നമുക്ക് സ്വന്തമായി ഒരു ഭവനം വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിനു വേണ്ട ഒരു ധനം നമ്മൾ പല വഴിയിലൂടെ കണ്ടെത്താൻ ശ്രമിക്കും. നേരായ വഴിയിലൂടെ നമ്മൾ സ്വരുക്കൂട്ടി എടുത്ത പണം കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ആ ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ഇഷ്ടമുള്ള സ്ഥലമല്ല. സ്ഥലങ്ങൾ ഈ നമ്മൾ ജനിച്ച നാട്ടിൽ അല്ലെങ്കിൽ നമ്മളുടെ നാട്ടിൽ നിന്നും കുറച്ച് മാറി എവിടെയെങ്കിലും, ഇപ്പൊ കേരളത്തിലാണെങ്കിൽ കേരളത്തിലുള്ള ഒരാൾ എറണാകുളം ജില്ലയിൽ താമസിക്കുമ്പോൾ അയാൾ ഒരു ടൗണിൽ അയാൾക്ക് ചിലപ്പോൾ അയാളുടെ സമ്പാദ്യം കൊണ്ട് ഒരു വീടോ സ്ഥലം വാങ്ങിക്കാൻ പറ്റും. അപ്പൊ അയാളുടെ കയ്യിൽ ഉള്ള പണം കൊണ്ട് അയാളൊരു നല്ല സ്ഥലം അന്വേഷിക്കുകയാണ്. അപ്പൊ സ്ഥലം എല്ലാം നല്ലത് തന്നെയാണെങ്കിലും ഈ പൈസയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾക്ക് അയാളുടെ മനസ്സിനിണങ്ങുന്ന അത്യാവശ്യം വണ്ടിയൊക്കെ വരാൻ പറ്റുന്ന ഒരു സ്ഥലം തിരക്കി നടക്കുമ്പോൾ ഒരു പക്ഷേ ബ്രോക്കർമാർ വഴിയോ അങ്ങനെയൊക്കെ ആയിരിക്കും അന്വേഷിച്ച് നടക്കുന്നത്. അപ്പൊ അങ്ങനെ പോയൊരു സ്ഥലം കാണുന്നു, ആ സ്ഥലം ഇഷ്ടപ്പെടുന്നു. അങ്ങനെ അതിൻ്റെ രജിസ്ട്രേഷനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കും. അടുത്ത നടപടി അവിടെ പണിയേണ്ട ഒരു വീടിന്റെ ഡിസൈനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. നമ്മുടെ വീട് എങ്ങനെയായി, ഏകദേശം ഒരു രൂപം മനസ്സിൽ കൊണ്ടുവരികയും ആ രൂപം അവിടെ സ്ഥാപിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടി പിന്നെ സമീപിക്കുന്നത് ഒരു പ്ലാൻ വരക്കുന്ന ആളെ. അങ്ങനെ അദ്ദേഹത്തിന്റെ അരികിൽ ചെന്ന് എൻ്റെ മനസ്സിലുള്ള ഉദ്ദേശങ്ങളൊക്കെ പറയുന്നു. ഒരു 3 ബെഡ്റൂമൊക്കെ വേണം, പൂജാമുറി വേണം, അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ അയാൾക്ക് ആവശ്യമായ അയാളുടെ പണത്തിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള അയാൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്ലാനാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് പ്രകാരം പ്ലാൻ തയ്യാറാക്കുന്നു. പിന്നെ ആ പ്ലാൻ പാസ്സാക്കി എടുക്കാൻ ആ സ്ഥലത്തെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടുള്ള പേപ്പർ വർക്കുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നു. അങ്ങനെ അത് പാസ്സായി കിട്ടുന്നു. അങ്ങനെ അത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ വീട് പണിയാൻ പറ്റിയ ഒരു കോൺട്രാക്ടറെയാണ് അന്വേഷിക്കുന്നത്. അങ്ങനെ അവരുടെ കയ്യിലുള്ള പണം വെച്ചുകൊണ്ട് പണിത് തരാൻ പറ്റുന്ന വിശ്വാസയോഗ്യമായ ഒരു കോൺട്രാക്ടറെ കണ്ടെത്തി ആ ദൗത്യം അയാളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. അങ്ങനെ ആ വീടിന്റെ തൻ്റെ മനസ്സിൽ കണ്ട അല്ലെങ്കിൽ ആ പ്ലാനിന്റെ രൂപത്തിൽ വന്നിരിക്കുന്ന ആ ഭവനം തയ്യാറെടുക്കാൻ വേണ്ടി ആദ്യത്തെ ദൗത്യം എന്ന് പറയുന്നത് ഭൂമി കുഴിക്കുക എന്നുള്ളതാണ്. ഞാൻ ഇത്രയും വിഷയം നീട്ടിക്കൊണ്ടു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ഒരു ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അപ്പൊ വീണ്ടും അവൻ യാത്ര ചെയ്തിട്ട് അവൻ പിന്നെ പോകാനുള്ളത് ഈ മണ്ണിന്റെ അടിയിലേക്കാണ്. അപ്പോ അവൻ ആഗ്രഹിച്ച ഒരു ഭവനം ഉണ്ടാക്കുവാൻ വേണ്ടി ആ വീടിന്റെ ഒരു അടിത്തറ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് ഭൂമി കുഴിക്കുക എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മുടെ വിഷയം. ആ ഭൂമി കുഴിച്ചുകൊണ്ട് അവന് കിടക്കാനുള്ള ഒരു ഭവനം അവൻ തയ്യാറാക്കാൻ പോവുകയാണ്. ആ കുഴിച്ച് അതിലേക്ക് കല്ലുകൾ വെച്ച് അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് അതിൻ്റെ പണി ഓരോ ദിവസം ചെല്ലുന്തോറും അതൊരു രൂപമായി മാറുകയും തൻ്റെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ പ്രകാരം അത് വളർന്നുകൊണ്ടിരിക്കുന്നതും അതിൻ്റെ ഓരോ ദിവസത്തെ മാറ്റങ്ങൾ കണ്ടുകൊണ്ട് ആ ഭവനം പൂർത്തിയായി അതിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട്
അവിടെ അദ്ദേഹം ഒരു സന്ദർശകനായി മാറുകയും അവിടുത്തെ മേൽനോട്ടങ്ങൾ വഹിക്കുകയും കോൺട്രാക്ട് കൃത്യമായി പണി മുന്നോട്ട് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ ആ ഒരു ദിവസം എത്തി. അങ്ങനെ ആ വീട് പൂർത്തിയായി. താൻ മനസ്സിൽ വിചാരിച്ച ആഗ്രഹം നടന്നിരിക്കുന്നു. ഇനി ആ വീടിന്റെ ഉള്ളിൽ കയറി ആ വാതിൽ അടക്കണം. അതാണ് ഇനിയുള്ള കാര്യം. ഒരു വീടിന്റെ അകത്ത് കയറി സുരക്ഷിതമായി ഇരുന്നതിന് ശേഷം അതിൻ്റെ അകത്ത് തനിക്ക് കിടക്കാനുള്ള ബെഡ്റൂം, അതുപോലെ തനിക്ക് ആഹാരം കഴിക്കാനുള്ള ഒരു ഡൈനിങ് റൂം, അതുപോലെ തൻ്റെ സൗകര്യത്തിന് അനുയോജ്യമായ അറ്റാച്ച്ഡ് ബാത്റൂം, അതുപോലെ കിച്ചൺ, അങ്ങനെ ആ വീടിൻ്റെ ഉള്ളിൽ താൻ ആഗ്രഹിച്ചത് എന്താണോ അതുപോലെ വളരെ മനോഹരമായ രീതിയിൽ ആ വീട് അലങ്കരിച്ച് ഒരുങ്ങി തൻ്റെ ഭവനത്തിൻ്റെ ഉള്ളിൽ കയറി ഒന്ന് കഥ കടക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് ആദ്യമായി കാലെടുത്ത് വെക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികളെ ഒക്കെ ക്ഷണിക്കുകയും അവർക്കൊരു വിരുന്ന് കൊടുക്കുകയും അവർ ഏത് മതത്തിലാണോ നിലകൊള്ളുന്നത് ആ മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിലുള്ള ആചാര്യന്മാരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് അവിടെ അതിൻ്റെതായ രീതിയിലുള്ള പാലുകാച്ചൽ ചടങ്ങും പരിപാടിയൊക്കെ അങ്ങനെ നടന്നു. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി ആ വീട് കാണാൻ വന്ന ആളുകൾ പലതരത്തിൽ അഭിപ്രായങ്ങൾ പറയുകയും അതെല്ലാം മാനിച്ചുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് പോകുമ്പോൾ ആ രാത്രിയിൽ അദ്ദേഹം ആഗ്രഹിച്ച പ്രകാരമുള്ള ആ ഒരു ദിവസം എത്തുകയും ആ വാതിൽ അടച്ചുപൂട്ടി തൻ്റെ ബെഡ്റൂമിൽ ചെന്ന് സുന്ദരമായിരിക്കുന്ന കട്ടിലിൽ നല്ല ബെഡിൽ അദ്ദേഹം ഒന്ന് കാലൊക്കെ നിവർത്തി ഒന്ന് ശാന്തമായി കിടക്കുകയാണ്. കാരണം ഏതോ ഒരു സമയത്ത് തോന്നിയ ഒരാഗ്രഹം, അതിനുവേണ്ടി അദ്ദേഹം നടത്തിയ പ്രയത്നം, അങ്ങനെ പലരുടെയും കൂട്ടായ്മയോടുകൂടി ആ സ്വപ്ന സാക്ഷാത്കാരം നടന്നിരിക്കുന്ന ദിവസത്തിന്റെ രാത്രിയിൽ എല്ലാവരെയും പറഞ്ഞയച്ച് ക്ഷീണിതനായ അദ്ദേഹം ആ കട്ടിലിൽ കാലൊക്കെ നിവർത്തി അങ്ങ് കിടക്കുമ്പോൾ അയാൾ ആഗ്രഹിക്കുന്നത് ഇനി ഒന്ന് ഉറങ്ങണം എന്നാണ്. ഭൗതികമായ രീതിയിൽ നമ്മൾ നിത്യേന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കഥക് തുറക്കുകയും കഥ കടക്കുകയും ചെയ്തുകൊണ്ട് ഓരോ ദിവസത്തെയും നമ്മളിങ്ങനെ തള്ളിക്കൊണ്ടു പോവുകയാണ്. അങ്ങനെ തുറന്ന് പുറത്തേക്ക് വരികയും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുകയും നമ്മുടെ നേട്ടങ്ങൾ, നഷ്ടങ്ങൾ, സങ്കടങ്ങൾ, സന്തോഷങ്ങൾ, ബന്ധങ്ങൾ, വേർപാടുകൾ, അങ്ങനെ പലതും അനുഭവിച്ചുകൊണ്ട് ഓരോ ദിവസവും കഥക് തുറക്കുകയും കഥ കടക്കുകയും ചെയ്തുകൊണ്ട് ആ പുതുമയുള്ള ഭവനത്തിന്റെ പുതുമ ഓരോ മാസങ്ങളും കടന്നുപോകെ ആ പുതുമ മെല്ലെ മെല്ലെ കുറഞ്ഞു വരികയും അങ്ങനെ ആ കഥക് അടക്കുകയും തുറക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആ കഥകിന് ഏകദേശം കുറച്ച് വർഷങ്ങൾ കടന്നപ്പോൾ അതിൻ്റെ വാതിലുകൾ അടക്കുമ്പോൾ ഒരു ശബ്ദം, വിജാഗിരിയൊക്കെ ഒന്ന് തിരുമ്പായി, ജനാലുകളൊക്കെ അടക്കുമ്പോൾ ഒരു ടൈറ്റ്, അങ്ങനെ വളരെ ഫ്രഷായിട്ട് ഇരുന്ന ആ ഒരു സ്ഥലം ഓരോ ദിവസത്തെയും കടന്നുപോകലിലൂടെ മുഷിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ ഏകദേശം ഒരു വർഷം കഴിയുമ്പോൾ വീണ്ടും ആ ഭവനത്തെ പുതുക്കി പെയിന്റൊക്കെ ചെയ്ത് പുതുക്കി വീണ്ടും ഈ യാത്ര തുടരുകയാണ്. ഒരു സൂഫിയെ സംബന്ധിച്ചിടത്തോളം, ഒരു സൂഫി ആകാൻ ആഗ്രഹിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിനോട് അവൻ തന്നെ ഒന്ന് ചോദിക്കണം. ഈ ഭൂമിയിൽ ജനിച്ച ഓരോ വ്യക്തികളും സ്വന്തം മനസ്സിനോട് ചോദിക്കുക, എനിക്കെന്താണ് വേണ്ടത്?
ഈ ഭൂമിയിൽ ഞാൻ ജനിച്ചു. എനിക്ക് കണ്ണുണ്ട്, കാണാം, ചെവിയുണ്ട്, കേൾക്കാം, സംസാരിക്കാൻ കഴിവുണ്ട്, സംസാരിക്കാം, എനിക്ക് നടന്നു പോകാനുള്ള കഴിവുണ്ട്. അങ്ങനെ എന്നിൽ പല കഴിവുകളുമുണ്ട്. ആ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് എന്താണ് ഇവിടെ കിട്ടേണ്ടത്, ആ ഒരു അന്വേഷണത്തിൻ്റെ പല ഭാഗങ്ങളാണ് ഒരു ജീവിതം എന്ന് പറയുന്നത്. വിവാഹം, കുട്ടികൾ, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെയുള്ള സ്വപ്ന ഭവനം, അവൻ്റെ രക്ഷിതാക്കൾ, അങ്ങനെ എല്ലാ നിലയിലും ഇതെല്ലാം പുതുക്കി പുതുക്കി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഒരു കതക് തുറക്കലും കഥകടക്കലും അങ്ങനെ തുറക്കുകയും അടക്കുകയും ചെയ്തുകൊണ്ട് ഒരു ഫൈനൽ അടക്കലുണ്ട്. ആ ഫൈനൽ അടക്കലാണ് നമ്മുടെ മരണം എന്ന് പറയുന്നത്. അപ്പോൾ അടിത്തറ ഉറപ്പിക്കാൻ ഈ ഭവനത്തിൻ്റെ എല്ലാ ഭാരവും താങ്ങാനായിട്ട് കെൽപ്പുള്ള ഒരു തറ, ആ തറ ഉറപ്പിക്കാൻ മണ്ണ് കുഴിച്ച് അതിൽ കല്ലിട്ടതുപോലെ ഈ തുറക്കുകയും അടക്കുകയും ചെയ്ത വാതിലുകൾ എന്നേക്കുമായി അടക്കുന്ന ഒരവസ്ഥ ആ വ്യക്തിക്ക് ഉണ്ടാവുകയും ആ വീട്ടിൽ നിന്ന് പുറത്തൊരു കുഴിവെട്ടി, അതായത് അത് ഏതും സമുദായത്തിലാണ് അതനുസരിച്ചുകൊണ്ട് അയാളെ മണ്ണിലേക്ക് സംസ്കരിക്കുകയാണ്. ഭൂമിയുടെ മുകളിൽ നിന്നുകൊണ്ട് ഭൂമിയുടെ മുകളിൽ തനിക്ക് കിടക്കാനുള്ള ഒരിടം തയ്യാറാക്കിയ മനുഷ്യൻ അവന്റെ യാത്രയ്ക്കൊടുവിൽ ആ ഭവനത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഈ മണ്ണ് കുഴിച്ച് അവന്റെ ശരീരത്തെ അടിത്തറ ഉറപ്പിക്കുകയാണ്. അവൻ കല്ലായി മാറി അവൻ ആ മണ്ണിൽ മറയപ്പെട്ടു. ഞാനിത് പറഞ്ഞത് സൂഫിസം എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പലതരത്തിലാണ് സൂഫിസത്തെക്കുറിച്ച് പലരും മനസ്സിലാക്കിയിരിക്കുന്നത്. ചിലർ അവരുടെ ചരിത്രങ്ങൾ കേട്ടുകൊണ്ട് ഇഷ്ടപ്പെടുകയും ചിലർ അവരുടെ കവാലി ഗാനങ്ങൾ കേൾക്കുന്നവരും. സൂഫികളിൽ പലതരത്തിലുള്ള ആളുകളുണ്ട്. ഒരു സൂഫി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ ഒരു സ്വാഭാവികമായ ഒരു ചിത്രം വരും. പലരുടെയും മനസ്സിൽ അവർ കേട്ടറിഞ്ഞ രീതിയിലുള്ള അല്ലെങ്കിൽ ചിത്രങ്ങൾ കണ്ടുപോയിട്ടുള്ള രീതിയിൽ ഒരു സൂഫി എന്ന് പറയുമ്പോഴേക്കും ഒരു വേഷം വെച്ചുകൊണ്ട് ഒരാളെ അവർ തന്നെ മനസ്സിൽ സൃഷ്ടിക്കും. അപ്പോ അത്തരത്തിൽ നമ്മൾ തന്നെ സ്വയം സൃഷ്ടിച്ചെടുത്ത ഒരു രൂപം, ആ രൂപത്തിനെ നമ്മൾ തിരയുകയാണ്. അത്തരം ആളുകളെ തിരഞ്ഞുകൊണ്ട് യാത്ര ചെയ്യുന്നവർ, അത്തരം അവസ്ഥയിൽ ജീവിച്ച് മൺമറഞ്ഞു പോയവരും, ഇനി ഈ ലോകത്ത് അത്തരത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നവരും എല്ലാം ഉണ്ട് ഈ ലോകത്ത്. അപ്പൊ ഒരു സൂഫി ആകാൻ അല്ലെങ്കിൽ ഒരു സൂഫിയെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, സൂഫി ആവുക എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ അതിനൊരു ആഗ്രഹം ഉണ്ടാവുകയും ആ ആഗ്രഹം ഒരാവശ്യമായി മാറുകയും ആ ആവശ്യം നിറവേറാൻ വേണ്ടി പ്രയത്നിക്കുകയും ആ പ്രയത്നത്തിന് പല ആളുകളും അവിടെ ഇടനിലക്കാരായി മാറുകയും, നേരത്തെ പറഞ്ഞ പോലെ പ്ലാൻ വരക്കുന്ന ആൾ കോൺട്രാക്ടർ. അപ്പൊ അങ്ങനെ പലരുടെയും സഹകരണത്തോടു കൂടി അയാൾ ഉദ്ദേശിച്ച ആ ഭവനത്തിൽ കയറി കഥ കടക്കാൻ കഴിയുന്നത്. അവിടെയാണ് നമ്മൾ പറഞ്ഞ ഈ കോൺട്രാക്ടറും ഈ പറഞ്ഞ പ്ലാൻ വരക്കുന്ന ആളും ആ വീട്ടിൽ ഇലക്ട്രിസിറ്റി ചെയ്തവരും ആ വീട്ടിലെ പ്ലംബിംഗ് വർക്ക് നടത്തിയവരും എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ആ വീടിന്റെ ഗുരുക്കന്മാരാണ്. ഇത്രയും ആളുകളെ കൊണ്ടാണ് ഇദ്ദേഹം ആഗ്രഹിച്ച പോലെ
ഒരു മുറിയിൽ കയറി കതകടച്ച് അയാൾക്ക് കിടക്കാൻ കഴിഞ്ഞത്. അപ്പോ ഒരു മനുഷ്യൻ ഇവിടെ നടന്നു പോകുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിനോട് ചോദിക്കണം, നമുക്ക് എന്താണ് വേണ്ടത്. കാണുന്നതിലോട്ടൊക്കെ പോയി ആകർഷണം നടത്തലല്ല, നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കണം, നമുക്ക് എന്താണ് വേണ്ടത്. നമുക്ക് ജീവിക്കണം, സുഖലോലുപനായി ജീവിക്കണം, സമ്പത്ത് വേണം, നല്ല ഭവനം വേണം, നല്ല ഭാര്യ വേണം, നല്ല മക്കൾ വേണം. അപ്പൊ ഏതൊന്നിനെയാണോ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി പരിശ്രമിച്ചാൽ അത് നമുക്ക് ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ പ്രയത്നിച്ചുകൊണ്ട് സാധാരണ രീതിയിൽ ജീവിതം നയിച്ച പലരും, ഉന്നതങ്ങളിലെത്തിയ പല മോട്ടിവേഷൻ ക്ലാസ്സുകളും അതുപോലെ അതനുഭവിച്ച വ്യക്തികളുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. കാസർഗോഡുള്ള ഒരു വ്യക്തി, അദ്ദേഹം കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോപ്പി അടിച്ചതിൻ്റെ പേരിൽ പുറത്താക്കുകയും അദ്ദേഹത്തിൻ്റെ പിതാവ് നടത്തിയിരുന്ന ഒരു ചായക്കട അദ്ദേഹം ഏറ്റെടുക്കുകയും അദ്ദേഹത്തിൻ്റെ സ്വയം ബുദ്ധിയിൽ തെളിഞ്ഞ ചില ഐഡിയകളിലൂടെ അദ്ദേഹം മുന്നേറുകയും ഒടുവിൽ അദ്ദേഹം വളരെ ഉയർന്ന ഉന്നത പദവിയിലുള്ള ഒരു ചായ കമ്പനിയുടെ മുതലാളിയായി മാറുകയും, അങ്ങനെ പലരെയും നമുക്ക് പല രീതിയിൽ കാണാം. എല്ലാവരും സാധാരണ രീതിയിൽ ജീവിച്ച് വന്നവരാണെങ്കിൽ അവരുടെ പ്രയത്നം കൊണ്ട് അവര് ഉന്നത തലങ്ങളിലേക്ക് എത്തപ്പെടുന്നു. അബ്ദുൽ കലാം സാറിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ, എബ്രഹാം ലിങ്കനെ കുറിച്ച് പഠിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വലിയ പാഠം. അപ്പോൾ ഒരു ലക്ഷ്യമില്ലാതെ അലയുന്ന, ലക്ഷ്യമില്ലാത്തവൻ അറിവില്ലാത്തവനാണ്. ഈ അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ അവനിക്ക് ആരുടെയും മുമ്പിൽ താഴാൻ പറ്റും, താഴാൻ തയ്യാറല്ല, ഒരു ചമ്മൽ. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ വീട്ടിലൊക്കെ ഇരുന്ന് പണിയെടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും, വീട്ടിലൊക്കെ കൂസ് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, വീട്ടിലെ ബാത്റൂം ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരുപക്ഷെ അവനിക്ക് വിദേശത്തേക്ക് ഒരു ജോലി കിട്ടുമ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടുത്തെ അറബിയുടെ ബാത്റൂം ക്ലീൻ ചെയ്യൽ, അല്ലെങ്കിൽ അവിടുത്തെ കാർ ഡ്രൈവ് ചെയ്യൽ, ഇവിടെ ഒരു ഡ്രൈവറായിട്ട് ജോലി ചെയ്യാൻ അവനിക്ക് നാണക്കേട്, അവിടെ ചെന്ന് ചെയ്യാൻ അവനിക്കൊരു നാണക്കേടുമില്ല. അവിടെ വിദേശത്ത് ജോലി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു അന്തസ്സുണ്ട്, എന്നിട്ട് കുറെ കാലം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുമ്പോൾ ഒരു സുഖമുണ്ട്. അപ്പോ പല മനുഷ്യരും ഇത്തരം ആത്മീയപരമായ മേഖലയിലേക്ക് ഇറങ്ങാനായിട്ട് ഒരു മടി എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ആത്മാവ് അത് ഭൗതികമായി പ്രവർത്തിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് പലരും സ്വയം ജീവിതത്തിൽ ഒരു ഉത്തരമില്ലാതെ എന്തൊക്കെയോ കാട്ടി കുറെ പരാതികൾ പറഞ്ഞുകൊണ്ട്, സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട്, കുടുംബപരമായ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട്, കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടൊക്കെ പോകുന്നതിൻ്റെ കാര്യം അവർക്കൊരു ലക്ഷ്യമില്ല. കാരണം അവരുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലുള്ള ഓട്ടത്തിലാണ്. കടമായിരിക്കാം, അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളായിരിക്കാം. അത് പരിഹരിക്കുക എന്ന് പറയുമ്പോൾ അത് വീണ്ടും 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 അവനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയും പരിഹരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മളൊരു ജീവിതം തുടങ്ങുന്ന വ്യക്തി കഴിഞ്ഞു പോയവരോട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എങ്കിലും മുന്നോട്ട് അവരുടെ ചെറുപ്പം ബുദ്ധിപൂർവം ഉപയോഗിച്ചാൽ ആരുമാകാൻ പറ്റും. അതിനുവേണ്ടി ആദ്യം അവനോട് ചോദിക്കണം, ഞാൻ ആരാണ്, ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ ഇഷ്ടം എന്താണ്. ആ ഇഷ്ടം അവൻ തെരഞ്ഞെടുക്കുകയും അതിനുവേണ്ടി അവൻ ആത്മാർത്ഥമായി പ്രയത്നിക്കുകയും ചെയ്താൽ അതിലൊരു മടിയുമില്ലാതെ തുടങ്ങുമ്പോൾ തന്നെ തളർച്ചകളും ക്ഷീണങ്ങളും ഒരുപക്ഷെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും വരില്ല. 1-2 പ്രാവശ്യത്തെ പരാജയങ്ങൾ അവനെ ക്ഷീണിപ്പിക്കുകയും അതിൽ നിന്ന് പിന്തിരിയുകയും അവൻ വേറെ ഒരു കാര്യത്തിൻ്റെ പുറകെ ഓടുകയും ഒക്കെ ചെയ്യും. ഇങ്ങനെ മാറി മാറി ഓടി അവൻ എങ്ങും എത്താതെ അവസാനിക്കുകയും ചെയ്യും. മറിച്ച് ഒരു കിണർ കുഴിക്കുന്നത് പോലെ ഒരു സ്ഥലത്ത് തന്നെ കുഴിച്ചാലാണ് നമുക്ക് അതിൻ്റെ ആഴങ്ങളിലേക്ക് എത്തി നമുക്ക് വെള്ളം കിട്ടുകയുള്ളൂ.
ഇത്തിരി കുത്തിയതിനു ശേഷം വെള്ളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ കുഴി ഒരുപാടാകും എന്നതുപോലെ ജീവിതം സ്വയം കുളം തോണ്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ആദ്യം സൂഫിസവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവൻ ആദ്യം അവനോട് ചോദിക്കുക, എനിക്ക് ഈ വഴി വേണോ, ഈ വഴി വേണോ എന്നുള്ള ഒരു ചിന്ത അവന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അല്ലാതെ പോയി കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് ബ്രേക്കാവും. കാരണം ഇതൊരു യാത്രയാണ്. ആ യാത്രയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത പലതരത്തിലുള്ള അവസ്ഥകൾ തരണം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത്തരം വിഷയങ്ങളെ തരണം ചെയ്യാനുള്ള മനക്കെട്ടിയും ക്ഷമയും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഏത് ജോലിയായാലും അല്ലെങ്കിൽ ഏത് മേഖലകളായാലും ഇനി ആത്മീയപരമായിട്ടായാലും പ്രയത്നമില്ലാതെ ഒന്നും നടക്കില്ല. ഒരിക്കൽ ഒരു മനുഷ്യൻ, ഞാൻ കേട്ട ഒരു കഥയാണ്, ഒരു മനുഷ്യൻ ഇങ്ങനെ ചിന്തിച്ചു, നന്മകൾ ചെയ്താൽ സ്വർഗത്തിൽ പ്രവേശിക്കാം, തിന്മകൾ ചെയ്താൽ നരകത്തിലും പ്രവേശിക്കാം. അപ്പൊ അദ്ദേഹത്തിന് നരകത്തിന്റെ ആ ഒരു റൂട്ട് നോക്കിയപ്പോൾ ഇതൊരു ഡേഞ്ചറാണ്. അപ്പോൾ അദ്ദേഹം സ്വർഗം നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ സ്വർഗത്തിലേക്കൊന്ന് കടക്കും. അപ്പൊ സ്വർഗത്തിൽ കടക്കണമെങ്കിൽ ഒരു തെറ്റും ചെയ്യാതെ ജീവിക്കണം. പക്ഷെ ഈ മനുഷ്യർക്കിടയിൽ താൻ കിടന്നു കഴിഞ്ഞാൽ തനിക്ക് തെറ്റുകൾ തന്നെ പറ്റുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു തെറ്റും പറ്റാത്ത ഒരു സ്ഥലം വേണം. അതിന് മനുഷ്യരില്ലാത്തൊരു സ്ഥലമാണ് ഏറ്റവും ഉത്തമമായ സ്ഥലം. അങ്ങനെ ഒരു സ്ഥലം എവിടെയാണുള്ളത്? അയാൾ പല സ്ഥലങ്ങളും അന്വേഷിച്ചു. കാട്ടിലിരിക്കാൻ നോക്കിയ ഫോറസ്റ്റുകാർ, ഇപ്പൊ കടലിന്റെ അരികത്ത് ഇരിക്കാൻ നോക്കിയപ്പോൾ അവിടെയും പോലീസുകാരുടെ ശരി. അപ്പൊ ഇയാൾക്ക് സ്വസ്ഥമായിട്ടൊരിടവും കിട്ടുന്നില്ല. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ വല്ലാത്തൊരു വിഷമത്തിലായി. ആരുടെയും ശല്യമില്ലാത്തൊരു സ്ഥലം. അങ്ങനെ അദ്ദേഹം ഒരിക്കൽ ഒരു കപ്പൽ യാത്ര നടത്താൻ ഇടവന്നു. അങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ അയാൾ കടലിന്റെ ഒരു ഭാഗത്തായിട്ട് പാറ പൊങ്ങി നിൽക്കുന്നത് കണ്ടു. അദ്ദേഹത്തിന്റെ മനസ്സിൽ അത് പതിഞ്ഞു. അങ്ങനെ അദ്ദേഹം യാത്രയ്ക്കൊടുവിൽ അയാൾ ചിന്തിച്ചു, ആരുമില്ലാത്തൊരു സ്ഥലം, അത് ഞാൻ കണ്ട ആ പാറയുടെ മുകളിലാണ്. അവിടെ ആരും വരില്ല, അവിടെ മനുഷ്യവാസമൊന്നുമില്ല. പക്ഷെ കടലിന്റെ നടുക്കാണെന്ന് മാത്രം. എന്ത് ത്യാഗം സഹിച്ചാലും എന്തായാലും മരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ, നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോ അവിടെ ഇരുന്ന് ദൈവത്തെ പ്രാർത്ഥിച്ചാൽ ഒരു തെറ്റും ചെയ്യാതെ തനിക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അയാൾ ആ പാറയിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അയാൾ ആ പാറയിലേക്ക് എത്തുകയും അങ്ങനെ ആ പാറയിൽ അയാൾ ഓരോ ദിനങ്ങളും ഭയവും അതും ഇതുമൊക്കെ സംഭവിച്ചു. പക്ഷെ ഓരോ ദിവസവും അയാൾ പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് അയാൾ ഒറ്റ മനസ്സോടെ ധ്യാനത്തിലിരുന്നു. അങ്ങനെ വിശക്കുമ്പോൾ അദ്ദേഹത്തിന് പക്ഷികൾ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുകയും പഴങ്ങൾ കുത്തിക്കൊണ്ടുവന്ന് കൊടുക്കുകയും ദാഹിക്കുമ്പോൾ ഈ പാറയിൽ നിന്ന് ഉറവ് പൊട്ടി വെള്ളം കിട്ടുകയും ചെയ്യുന്നു. അയാൾ ദൈവത്തിൽ വല്ലാതെ വിശ്വസ്തനായി. കാരണം തനിക്ക് വേണ്ടതെല്ലാം അവിടെ കിട്ടുന്നു. അങ്ങനെ അദ്ദേഹം ആ ധ്യാനത്തിൽ ഇരുന്നു കൊണ്ട് അവിടെ അയാളുടെ സമയം, ജീവിതം എല്ലാം അങ്ങനെ പോയി. അവിടെ വെച്ച് അയാൾ മരണപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ കോടതിയിൽ എത്തപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ ഒരു അശരീരി ഈ വന്നിരിക്കുന്ന ആളെ എന്റെ ഔദാര്യം കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു. ഇത് കേട്ട് ഇയാൾക്ക് ഭയങ്കര ദേഷ്യമായി. ഞാൻ എത്രയോ പ്രയത്നിച്ച് കഷ്ടപ്പെട്ടാണ് തെറ്റും ചെയ്യാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യരില്ലാത്തൊരു സ്ഥലം അന്വേഷിച്ച് നടന്ന് ഞാൻ ഈ പാറയുടെ മുകളിൽ എൻ്റെ ഭൗതികമായ എല്ലാ ആഗ്രഹങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിനെ സ്നേഹിച്ചുകൊണ്ട് ഞാൻ എത്രയോ പ്രയത്നിച്ചിട്ടാണ് ഇങ്ങോട്ടെത്തിയത്. സൂക്ഷ്മമായി ജീവിച്ചാൽ സ്വർഗം തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്ത ആ ഒരു ആത്മാർത്ഥതയുടെ പുറത്ത് എനിക്ക് സ്വർഗം തരണ്ടേ? അതിന് ഔദാര്യത്തിന്റെ ആവശ്യമുണ്ടോ?
ഇതായിരുന്നു അയാളുടെ ചോദ്യം. വീണ്ടും അശരീരി വന്നു. ശരി, എങ്കിൽ താങ്കൾ ചെയ്ത ആ ഗുണവും താങ്കൾക്ക് ഞാൻ നൽകിയ ഔദാര്യവും ഒന്ന് പരിശോധിക്കാം. എന്നിട്ട് മലക്കുകളോട് പറഞ്ഞു, അവന്റെ ഒരു കണ്ണിന് കൊടുത്ത കാഴ്ച ശക്തി, അതുപോലെ അവൻ ചെയ്ത കൂലിയും ഒന്ന് പരിശോധിക്കാൻ, അവൻ ചെയ്ത പുണ്യവും. ഇത് പറഞ്ഞപ്പോൾ അയാൾ ആകെ വല്ലാത്തൊരവസ്ഥയിലായി. അയാൾ ചിന്തിച്ചു, ശരിയാണല്ലോ, എൻ്റെ കണ്ണിന് കാഴ്ച ഉണ്ടായത് കൊണ്ടല്ലേ എനിക്ക് അങ്ങനെ ഒരു സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞത്. അങ്ങനെ അയാൾ അതുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചപ്പോൾ എനിക്ക് ചിന്തിക്കാൻ കഴിഞ്ഞത് കൊണ്ടല്ലേ, എന്തിനേറെ ഞാനെന്ന് പറയുന്ന ഒരു രൂപം ഉണ്ടായത് കൊണ്ടല്ലേ എനിക്കിതെല്ലാം ചെയ്യാൻ കഴിഞ്ഞത്. അപ്പൊ എൻ്റെ ഈ ശരീരം എന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞാൽ എൻ്റെ അല്ല. ഞാൻ വെറുതെ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി. അപ്പൊ എൻ്റെ ഉത്തരവാദിത്തം മറ്റാരുടെയോ കയ്യിലാണ്. ആ മറ്റാര് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഈ ഈശ്വരനെ കൊണ്ടുവന്ന് വെക്കുന്നത്. അപ്പൊ ഈ ഈശ്വരൻ എന്നെ രൂപപ്പെടുത്തി ഈ ഭൂമിയിൽ അഴിച്ചു. ഞാൻ അവനിലേക്ക് തന്നെ മടങ്ങി വന്നു, എല്ലാം ഉപേക്ഷിച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ ആ കഥയിൽ നിന്ന് നമ്മൾ എല്ലാം പ്രയത്നിച്ചു. പലരും പറയണ കേൾക്കാം, ഞാനത് ചെയ്തു, ഞാനത് ചെയ്തു, ഞാനത് ചെയ്തു. എല്ലാവരും ഞാൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. നമ്മളല്ലേ, നമുക്കൊരു പേരുണ്ട്, നമ്മളല്ലേ ചെയ്തു. ഇപ്പൊ എൻ്റെ പേര് ഷാജഹാൻ. ഞാൻ വന്നിട്ട് പറഞ്ഞു, ഒരു സാധനം ചെയ്തിട്ട് പറഞ്ഞു ഷാജഹാനാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് ചോദിക്കും, ഏതാണ് ഈ ഷാജഹാൻ? മറിച്ച് ഞാനാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി, അത് ഈ ഞാനാണ്. എൻ്റെ ശരീരത്തിന്റെ പേരാണ് ഷാജഹാൻ, പക്ഷെ ആ ജോലി ചെയ്ത ആളുടെ പേര് ഞാനെന്നുമാണ്. ആരാണ് ഈ ഞാനെന്നുള്ള ഒരു അന്വേഷണമാണ് ഈ സൂഫിസത്തിന്റെ മേഖലയിൽ പ്രധാനമായിട്ട് പറയുന്നത്. ഇത്തരം വിഷയങ്ങൾ പറഞ്ഞു പോകുമ്പോൾ പൊതുവെ ഇതെല്ലാം കേൾക്കുന്ന ആളുകൾ ചിരിക്കും, മൂക്കത്ത് വരല്ലോ, വേണമെങ്കിൽ ഭ്രാന്താണെന്ന് വരെ പറയും. യെസ്, ഭ്രാന്ത്. ആ ഭ്രാന്ത്, ആ മസ്തിന്റെ അവസ്ഥയിലേക്ക് എത്തപ്പെടും. അതാണ് സൂഫിസം. അങ്ങനെ ഭ്രാന്ത് എന്ന് വിളിച്ച ഒരുപാട് സൂഫികളെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇന്ന് നമ്മൾ മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി ഇതുപോലെയുള്ള ആളുകളൊക്കെ പലരെ കുറിച്ചും അവരുടെ സംഭാഷണങ്ങളിലൊക്കെ പല വ്യക്തികളെ കുറിച്ചും ഇതുപോലെ മൺമറഞ്ഞു പോയ, ജീവിച്ച് എല്ലാ ഭൗതികപരമായ കാര്യങ്ങളിൽ നിന്നും ഒഴിവായിക്കൊണ്ട് ജീവിച്ച അവരൊരു മാനസിക രോഗിയായിരുന്നു, ഭ്രാന്തനായിരുന്നു എന്നുള്ള വാക്ക് നമുക്ക് കേൾക്കാൻ കഴിയും. അപ്പൊ അവർ ഭ്രാന്തനെന്ന് വിളിക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം സൂഫി മേഖല എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെരുപ്പ് പുറത്ത് ഊരി വെച്ച് ഒരു വീടിനകത്തേക്ക് കയറിയാൽ അങ്ങോട്ട് കയറുന്നത് പോലെ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ എല്ലാ അറിവുകളും പുറത്തു വെച്ചിട്ട് വേണം ഒരു സൂഫിയുടെ അരികിലേക്ക് എത്താൻ. സിറാജുദ്ദീൻ തങ്ങളുടെ മുമ്പിലേക്ക് പല പ്രാവശ്യവും കടന്നു ചെന്നപ്പോൾ ഒരു പ്രാവശ്യം അവരെന്നോട് പറഞ്ഞു, എന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നീ അവിടെ നിൽക്കൂ, നീ അനങ്ങാതെ നിൽക്കണം, കുത്തിവരക്കപ്പെട്ട ശരീരം. ആ കുത്തിവരക്കപ്പെട്ട ആ ചുളുങ്ങിയ ശരീരത്തിന് എനിക്ക് നിവർത്തി നല്ല ക്ലിയറാക്കി ഇതിൽ അല്ലാഹ് എന്ന് എഴുതാൻ പറ്റും. ഇതിന് നീ അടങ്ങി നിന്നേ പറ്റൂ. അതൊരു വല്ലാത്ത വാക്കായി. ഞാനിങ്ങനെ ആലോചിച്ചു, നമ്മളെ കൊണ്ട് പറ്റും അടങ്ങി നിൽക്കാൻ? പക്ഷേ അവരുടെ കൂടെയുള്ള ആ യാത്രകളും ജീവിതവും എല്ലാം നമ്മളെ പറയിപ്പിക്കാനുള്ള, ഇങ്ങനെയൊക്കെ സംസാരിക്കാനുള്ള ഒരു വിദ്യാഭ്യാസവും ഇല്ലാതെ ഇതൊക്കെ പറയാൻ കഴിഞ്ഞതിൽ
ഇത്തരം ഭ്രാന്തന്മാരെ സ്നേഹിച്ചതിൻ്റെ ഗുണമാണ് നിങ്ങൾക്ക് അവരുടെ മാനസിക രോഗിയായി എനിക്ക് അവര് മനസ്സിനെ ഉണർത്തിയ മശായിഖന്മാരുമാണ്. ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും അറിവും അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം തീർക്കുന്നു. ഈ വിഷയം തുടരും. ബാക്കി നാളെ